ഒരു GPT ലാംഗ്വേജ് മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വറി അടിച്ച് കഴിഞ്ഞുള്ള സ്ട്രിങ് ആദ്യത്തെ ഇൻപുട്ട് എന്ന് കാണിക്കുന്നു. അവിടെ നിന്ന് ആ ഇൻപുട്ട് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ടോക്കൺസ് എംബഡിങ് എന്നുള്ള ഒരു ലെയറിലോട്ട് പോകുന്നു. എംബഡിങ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറാണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അറേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ലിസ്റ്റ്. ആ വെക്ടർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നീട് ട്രാൻസ്ഫോമർ എന്നുള്ള ഒരു ലെയറിലോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. ബേസിക്കലി എല്ലാം ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അത് പല ലെയേഴ്സ് ഓഫ് ട്രാൻസ്ഫോമർ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമറിൽ കൂടെ കടന്ന് ട്രാൻസ്ഫോമർ 0യും ട്രാൻസ്ഫോമർ 1 ഒക്കെ കടന്ന് അവസാനം നമ്മൾ ഒരു ഔട്ട്പുട്ട് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഈ നമ്മുടെ റിസൾട്ടിനെയൊക്കെ ഒന്ന് ആവറേജ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കൂടെ കടന്നിട്ട് അവസാനം നമുക്ക് കിട്ടുന്നതാണ് അടുത്ത സീക്വൻസ്, അതായത് അവസാനം കാണുന്ന എ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആൻസറൊക്കെ കിട്ടുന്നത്. ഇതാണ് എല്ലാ LLM-ൻ്റെയും വർക്കിംഗ്. ഇത് ഒരു ചെറിയ മോഡലാണ്, അതുകൊണ്ട് കുറച്ച് ലെയേഴ്സ് ഉള്ളത്. ഇതുപോലെ തന്നെയാണ് ChatGPTയും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനും കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ ചാനലിൽ മെയിൻ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണുക. താങ്ക് യു.